ഹലോ നമസ്കാരമുണ്ട്. ഞാൻ പനിക്ക് ലേശം കഷായം വെക്കുക. അത് കുറച്ച് കാണിക്കപ്പോൾ കുറച്ച് കാണിക്കാമെന്ന് പറഞ്ഞാൽ കുരുമുളക് നിങ്ങൾക്കറിയാമല്ലോ. ഞാനിപ്പോൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ഇതാ ഇത്ര പോകുന്നൊരു ഇഞ്ചിനേഷൻ എടുത്തു. ഇത്ര പോകുന്ന ഇഞ്ചിനേഷൻ എടുത്തു. പിന്നെ എൻ്റെ അടുത്ത് നാടൻ കുരുമുളക് സ്റ്റോക്കാണ്. ഇത്ര പോകുന്നൊരു ഇഞ്ചിനേഷൻ എടുത്തു. പിന്നെ അത് ചതച്ചു കണ്ടോ. അതേമാതിരി 10 ഗ്രാം കുരുമുളക് കണ്ടോ. ഇത് കുരുമുളകാണ്, നല്ല നാടൻ കുരുമുളകാണ്. 10 ഗ്രാം എടുത്തു, പൊടിച്ചു. ആ രണ്ടും കൂടി പൊടിച്ചതാണ് ഈ കാണുന്നത് കണ്ടോ. അത് പൊടിച്ചു കണ്ടോ. ഇനി വേണ്ടത് അത് പൊടിച്ചു. ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളമുണ്ട്, 1/2 ഗ്ലാസ് വെള്ളം കണ്ടോ. അത് അതിൽ ഒഴിച്ചു. പാനി നല്ല കഴുകി എന്നിട്ടാണ് ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് ഈ സാധനം നോക്കാം. ഇത് നമ്മളെ കുത്തിപ്പൊടിച്ച സാധനം ഇതുപോലെ എടുത്ത് കണ്ടോ. ഇതുപോലെ എടുക്കാൻ പൊടിഞ്ഞ് ഏകദേശം പൊടിഞ്ഞിട്ടുണ്ട് കണ്ടോ. അതിലിട്ടു ഇതിലിട്ടു. എനിക്ക് തോന വേണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇനിയുള്ളത് ഇത് മലദോശയുടെ വലിയ ഇലയാണ് ഇതല്ലോ. അത് ഒന്നിട്ടാൽ മതി. ഞാൻ കുസൃതിയായിട്ട് നടനിട്ടാൽ കുടിക്കാൻ പറ്റില്ല, ഒന്നിട്ടാൽ മതി. അത് ഇട്ടു. 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം കേട്ടോ. തിളപ്പിക്കാം കുറച്ച് നേരം പിടിക്കും തിളക്കാൻ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തിളക്കും കേട്ടോ. തിളക്കുമ്പോൾ നമുക്ക് നോക്കാം. അത് വേഗം തിളക്കും കേട്ടോ. ഒന്ന് ചെറുതായിട്ട് മൂടി ഇല്ല. എൻ്റെ പണിയൊക്കെ വിപരീതമാണ്. അതായത് മൂടി വെക്കാണ്ട് കഴുകാത്ത പാത്രത്തിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക. എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ. ഇത് 50 ഗ്രാം ഇഞ്ചി പൊടിച്ചിട്ടുള്ള വില കുറച്ച് കിട്ടിയിട്ടുണ്ട്. 50 ഗ്രാമാണ് ഇതൊക്കെ പറയും, വില കുറച്ച് കിട്ടി. എന്നുവെച്ചാൽ അങ്ങനെ കിട്ടാറില്ല. സാധാരണ എത്ര ഇഞ്ചിക്ക് ഞാൻ 30 റുപ്യ കൊടുക്കാറുണ്ട്. എൻ്റെ മരുമോള് ഇന്നലെ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ശരിയായാൽ ഇനി കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കണം. ചായപ്പൊടി നമ്മൾ എടുത്ത് വെക്കാം കേട്ടോ. ഇത് ചായപ്പൊടിയാണ്. ഈ ചായപ്പൊടി ഇട്ട് വെച്ച് ഇപ്പം അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുപ്പത്ത് വെച്ചത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ ലേശം ചായപ്പൊടി ഇതുണ്ടോ. ഇതാണ് ചായപ്പൊടി. നമ്മുടെ ഇത് കൂറുന്ന സാധനം. ഒരു ലേശം എനിക്ക് ആവശ്യത്തിനുള്ളതാണ് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം ഇടണമെങ്കിൽ അധികം ഇടാം, കുറച്ചിടാം. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത് ചായപ്പൊടി ഇട്ടു. ഇനിയിപ്പോൾ അത് 1-2 തിളച്ചിട്ട് തീയത് ഓഫാക്കി. തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ മണ്ണിൻ്റെ പനിയാണ് കേട്ടോ. അപ്പോൾ നോക്കി. ഇനി നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ ഇത് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര അതിലേക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഗൗരവം കൂടിയതാണ്. അതുകൊണ്ട് 2 സ്പൂണ് പഞ്ചസാര ഇടും. 2 സ്പൂൺ ഉണ്ടോ. ഇതിന് 2 സ്പൂണ് പഞ്ചസാര ഇടും. 1 2 മനസ്സിലായില്ലേ. ഇനി അതിന് സ്പൂണ് വേറെയാണ്. അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് സ്പൂണ് വേറെയാണ്. അതിന് ഈ സ്പൂണ് പറ്റില്ല. അപ്പോൾ ഓരോന്നിന് ഓരോ സെറ്റ് സാധനങ്ങളാണ്, ഓരോ ഐറ്റത്തിന്. അപ്പോൾ അത് അതിലെ പഞ്ചസാര ഇട്ടു. ഞാൻ അതിന് ചെറിയ സ്പൂണുണ്ട്. ഇവിടെ ചെറിയ സ്പൂണുണ്ട്. ഇത് ഇങ്ങനത്തെ പരിൻ്റെ കഷായം കുടിക്കുന്ന സാധനമാണ്. അതെടുത്തു, അതിലിട്ടു. എന്നിട്ട് ഇവിടെ കൊടുന്ന് വെക്കും. സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് ഇവിടെ വെച്ചു. ഇനി നിങ്ങൾക്കൊരു ധാരണ ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് കോടികൾ വാങ്ങിയിട്ട് ഞാനിവിടെ വലിയ രീതിയിൽ സൂഹിക്കണമെന്നൊരു തോന്നലുണ്ടാവും. എൻ്റെ വീടൊക്കെ പൊട്ടിച്ചാടാനോ കിടക്കണം. നിങ്ങളെ പറയുന്ന ലക്ഷപ്രഭു കോടിപ്രഭു ഒക്കെ നോക്കിയിട്ട്
ഒരു 25,000 രൂപേൻ്റെ ഇതിന് ചിലവ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കിടക്കുന്നത്. എനിക്ക് ആകെ വരുമാനം മാസത്തിൽ കിട്ടുന്ന 1,600. അത് ഇപ്പോൾ കാര്യം എന്തായാലും പിണറായി വിജയൻ വന്നിട്ട് ഇതാ കഷായം എടുത്തു കണ്ടോ, കഷായത്തിൽ കൊഴിച്ചു. ചൂടായതുകൊണ്ടേ ഒക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ചൂടാ. അപ്പം അതിലുണ്ട് കഷായം കേട്ടോ, ആകെ 1/2 ഗ്ലാസ്സുണ്ട്. അപ്പോൾ ഈ സാധനം കുടിച്ചിപ്പോൾ നല്ല നല്ല ജലദോഷം, നല്ല പനിയുണ്ട് എനിക്ക്, നല്ല ജലദോഷം, നല്ല പനിയുണ്ട്. അപ്പോൾ ഈ കഷായം 2-3 സ്പൂണും കുടിച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തിന് പനി മാറും, ബ്ലഡ് ക്യാൻസർ മാറും, തൊണ്ടവേദന മാറും, മൂക്കടപ്പ്, ചീരാപ്പ് പോലെ അതൊക്കെ മാറി കിട്ടും. അപ്പോൾ അത് നോക്കുന്നുണ്ട്. രണ്ടാൾക്ക് ഉപയോഗിക്കാനുള്ള ചണ്ടി കൂടി ഉണ്ടായിരുന്നു. അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ ഇപ്പോൾ ഉള്ളത് ആകെ അത്രയേ ഉള്ളൂ. ഇനി ഞാനത് ഉപയോഗിക്കട്ടോ, അത് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ എത്ര മിനിറ്റായി എന്ന് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ അത് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഇതാ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വായു വന്നു, നല്ല ക്ലിയറായി. ഇനി തൊണ്ടരത് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് കംപ്ലീറ്റ് ശരിയാവും. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിച്ചത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നോ ഷെയർ ചെയ്യുന്നോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതല്ല. ഇപ്പോൾ എത്രയോ ആളുകളുടെ ക്യാൻസർ മാറ്റിക്കൊടുത്ത് മരിക്കാൻ കുഴിച്ചിട്ടാൻ കൊണ്ടുപോകണമെന്ന് പിടിച്ച് വെച്ചിട്ട് നിരവധി ആൾക്ക് ഞാൻ ജീവൻ കൊടുത്തിട്ട് ഒരാളും നന്ദി ചെയ്യുന്നില്ല. ഒരു വീഡിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും അത് നന്നായി എന്ന് ഒന്ന് പറഞ്ഞാൽ മതി. പൈസ ഏതായാലും അവർ അതിനൊക്കെ ചിലവിട്ട പൈസ ആരും ഇതുവരെ തന്നില്ല, പറ്റിച്ചു പോലെ വലിയ നിലയിൽ വിദ്യാഭ്യാസമുള്ളവരൊക്കെ എന്നെ പറ്റിച്ചു പോയിരുന്നു. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങൾക്കേ ഭരിക്കും. അവരിനോട് പറയണത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന്. വിദ്യാഭ്യാസം ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ RCCയിൽ നിങ്ങൾ 175 മില്യൺ കോടി രൂപ ചിലവഴിച്ചിട്ട് 175 മില്യൺ കോടി അമേരിക്കൻ ഡോളർ ചിലവഴിച്ചിട്ട് ഒരാളുടെ ക്യാൻസർ മാറിയില്ല. ഞാനത് മാറ്റിക്കൊടുത്തവരൊക്കെ 50 കൊല്ലം 45 കൊല്ലമായിട്ടൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് ഒരാളുടെ അടുത്ത് പോയിട്ട് വാച്ച് നിലയ്ക്കുകയാണ്. ഈ വാച്ച് ചത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതായിരുന്നു. ഈ വാച്ച് ചത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സാറാണ് ഇപ്പം അത് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇതൊക്കെ ഫുള്ളായിട്ട് തപ്പി തന്ന് പൈസ ഇല്ലയെന്ന് തോന്നിയപ്പോൾ എനിക്കത് നേരാക്കി തന്നു. മനസ്സിലായില്ലേ? നേരാക്കി തന്നാൽ വർക്കിങ്ങാണ് കാണുന്നത്. കാരണം അത് 5 മിനിറ്റിൽ ഇവിടെ ഇത് വേണം. നമ്മുടെ സാധനങ്ങളൊക്കെ ഇതുപോലെ ഇതുകൊണ്ട് ഈ മേശപ്പുറത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും, എല്ലാ സാധനങ്ങളും അതുണ്ടോ. ഇത് മരുന്നുണ്ടാക്കുന്ന പാനിയാണ്. ഇങ്ങനെ വലിയ കഷായം വലിയ ഇത് മരുന്ന് എനിക്കൊരു 4 കോടി രൂപേൻ്റെ മരുന്ന് ഇവിടെ കേടാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഉത്തരവാദി ഭീകരാണ്. ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള CPM. അപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇവിടെ ഒരു വീടുണ്ട്. അവരുടെ വീട് എപ്പോൾ തുറക്കം തന്നെയുണ്ട്. ആ വീട്ടിലുള്ള കാല് മുറിഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റാണ്ടിരുന്നതാണ്. ഞാൻ ശരിയാക്കിയതാണ് കാലിൻ്റെ അടിപ്പുറം. അതുപോലെ പിന്നെ എൻ്റെ ഒരു പൊന്നാനിക്കാർ അതിപ്പോൾ കൂടുതൽ സർക്കിക്കണ്ട, അവർ RCCന്ന് 4 കോടി പിന്നെ മദ്രാസ് അപ്പോളോ ആസ്പത്രിയിൽ നിന്ന് 4 കോടി രൂപ ചിലവഴിച്ചിട്ട് രക്ഷയില്ലാണ്ട് പോകുന്ന തലച്ചോറിൻ്റെ ഞരമ്പ് മുഴക്കായി. അവർക്ക് തൽക്കാലത്തെ ചിലവ് 40,000 രൂപയുടെ 40,000 രൂപയുടെ ചിലവായി. ഇപ്പം നല്ല കണ്ടീഷനായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ അവരെ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു 3.25 ലക്ഷം രൂപേൻ്റെ കഷായം കുടിച്ചാൽ തലച്ചോറിൻ്റെ ഞരമ്പ് വർക്കാവും. മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഓരോ ചിലവാവില്ല. അതിന് അവരുടെ അടുത്ത് അതിന് പൈസ ഇല്ല. ഒരിക്കാണെങ്കിൽ അത് ചെയ്യാനും കഴിയില്ല. അതിന് മരുന്നെടുക്കേണ്ടത് പല തൊടുകളിൽ നിന്ന് കളത്തി പറിക്കേണ്ടത്. അതിന് 80 പണിക്കാർ പണിയെടുക്കണം. ആ വീട്ടുകാർക്ക് പിന്നെ ഇവരതിന് 75,000 രൂപ അതിന് കൊടുക്കണം. ബാക്കിയുള്ള വറവും ചിലവൊക്കെ പാടുള്ള പൈസ ഞാനാ ചോദിക്കുന്നത്. വേണോ? എൻ്റെ പനി മാറി കണ്ടോ? ഞാനിതുവരെ തലകുത്തി മറിയായിരുന്നു. എത്ര മിനിറ്റായി നിങ്ങൾ നോക്കി? വീട് എത്ര മിനിറ്റായി? സമയം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്.
അപ്പോൾ ഇതിൽ പോകുന്നത് കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള പനിയാണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ വിദ്യാഭ്യാസം ഒരളവല്ല, അത് തട്ടിപ്പാക്കാണ്. വിദ്യാഭ്യാസം നമുക്ക് എഴുതാനും വായിക്കാനും മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ളതാണ്, അല്ലാണ്ട് ആരെയും ചതിക്കാനോ രോഗത്തിൻ്റെ മരുന്നോ അല്ല. മനസ്സിലായില്ലേ? എൻ്റെ സാധനമൊക്കെ തന്നെ മൂടി കാട്ടം വിടുക, ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. അതായത് ഇതിന്ന് എലി കഴിക്കും, പാമ്പ് കഴിക്കും, ഞാൻ കഴിക്കും. എനിക്കൊരു പ്രശ്നം ഇതുവരെ വരുന്നില്ല. പിന്നെ പനി സാധാരണ ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് പനിക്കില്ല, എപ്പോഴാണ് പനിക്കുന്നത്? ഇവിടെ ഇന്നലൊക്കെ ഭയങ്കര പനിയാണ്, നേരം മുളക്കുള്ള ഉറങ്ങാൻ പറ്റിയില്ല. അതായത് എനിക്ക് പെണ്ണുങ്ങളില്ല, എൻ്റെ കല്യാണം മുടിക്കുക പെണ്ണുങ്ങളെയൊക്കെ നായ്ക്കൾ കൊന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇന്ന് രാവിലെ 3 പെൺകുട്ടികൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് വന്നിട്ട് കരയും പറയുകയും ചെയ്യാണ്. ഇത് പറയുന്നത് ഇവർ പറയുന്നത് മുഴുവൻ ലീഗേരും നശിച്ചു പോട്ടെ എന്നുള്ളതാണ് അവർ പ്രാർത്ഥനയിൽ വരുന്നത്. ഞാൻ കുറച്ചൊക്കെ അവരോട് മുഴുവനൊക്കെ ഇങ്ങനെ പറയാൻ തുറന്ന് പറയാൻ അധികാരമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വഴിയൊക്കെ ഇവിടുത്തെ ലീഗേര് നിന്നിട്ട് 4 പുറക്കെ മുടക്കുകയാണ്, അതിൻ്റെ പിന്നിൽ CA രാശിയുടെ ദശയുള്ളത്, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ എറണാകുളത്ത് പിന്നെ ആയുർവേദ ആശുപത്രിയുടെ കീഴിൽ ഒരുപാട് ചികിത്സ നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ടുള്ളവരാണ്. ഞരമ്പിലൊക്കെ ഇപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഒരു 25 വയസ്സ് ഒരു പെൺകുട്ടിയാണ്, 2 പെൺകുട്ടികളാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അവസരം ഇല്ല, അങ്ങനെയാണ് അവർ തേടി വരുന്നത്. ഞാനോട് പറഞ്ഞു, മലദ്വാരത്തിലുള്ള ക്യാൻസർ മാറ്റാൻ ഏതാണ്ട് പിന്നെ 3.5 ലക്ഷം രൂപ അതിന് ചിലവ് വരും. അത് ക്യാൻസർ മാറ്റാന്ന് പറഞ്ഞാൽ അതിൽ ആ വലിയ കഷായം, വില കൂടിയ കഷായം ആണെങ്കിൽ 55 ലക്ഷം രൂപ വരും. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയ്ക്കുള്ളത് ആണെങ്കിൽ 23 ലക്ഷം രൂപ വരും. മനസ്സിലായോ? അപ്പോൾ ഇവരതുള്ളത് ചെറിയായിട്ടാണ് 10 ലിറ്റർ കഷായം എന്ന് പറഞ്ഞാൽ അതിന് ഒരു 3.5 ലക്ഷം രൂപ മിനിമം എടുക്കണം. ഏറ്റവും ചുരുങ്ങിയ കുറഞ്ഞിട്ട് സാധിക്കില്ല. കാരണം വിറകിന് മാത്രം 26,000 രൂപ കൊടുക്കണം. നമുക്കൊരു കുറ്റി ഗ്യാസ് 2,000 രൂപ എടുത്താൽ 1,000 രൂപ എടുത്താലൊക്കെ ഗ്യാസ് കിട്ടും. പക്ഷേ ഈ സാധനം ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ചില സത്യങ്ങൾ തുറന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വീടും പരിസരമൊക്കെ നോക്കി പൊളിഞ്ഞടിച്ചാൽ കിടക്കുന്നത്, കംപ്ലീറ്റ് കിടക്കുന്നത് ആ ചോർന്ന് ഒലിച്ച് പൊളിഞ്ഞടിയിട്ട്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല എനിക്കാകെ സമൂഹത്തോട് തന്നെ വെറുപ്പ് വന്നു. ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം ലീഗരും മുസ്ലിമായിട്ട് ബന്ധപ്പെട്ടവരും മുഴുവൻ നശിക്കണേന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. 1-2 ആൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകത്തുള്ളവർക്കൊന്നും ബാധിക്കാൻ പാടില്ല. ഈ 2 ആളെ നോക്കണം. ഇവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ പിന്നെ ഞാൻ സമുദായത്തിന് വലിയ തകരാറ് ചെയ്തു എന്നാണ്. അതായത് മരുന്ന് പരീക്ഷിക്കണ ഗിരിപ്പിങ്കുകൾ കൊടുത്തിട്ട് സ്റ്റോക്ക് ചെയ്തു. അത് 3000 എണ്ണത്തിന്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിൻ്റെ കാട്ടം ഒക്കെ കൊണ്ടുപോയിട്ടിട്ട് അതിന് മൂത്രമൊക്കെ മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ആ സാധനം ഇട്ടിട്ട് ഏതാണ്ട് ഒരു കൊലയിൽ 200 തേങ്ങയുള്ള തേങ്ങ ഉണ്ടായിരുന്നു. അത് നല്ല വാസനയുള്ള തേങ്ങ, ഭയങ്കര കാമ്പുള്ള സാധനം. അതൊക്കെ ഇവർ കംപ്ലീറ്റ് കൊന്ന് നശിപ്പിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മുടെ നാട്ടിൽ നീതിയില്ല, പോലീസില്ല. ഇവിടെ പോലീസില്ല, ഹൈക്കോടതിയില്ല. നോക്കണം, പൊതുജനങ്ങൾ കേൾക്കണം, സോഷ്യൽ മീഡിയ കേൾക്കണം. ഇവിടെ ഹൈക്കോടതിയില്ല, സിവിൽ കോടതിയില്ല, പോലീസുകാരില്ല, SP ഇല്ല, കളക്ടറില്ല. എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവർ എൻ്റെ പേരിൽ നടപടി എടുക്കാത്തത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നട്ടലുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ നട്ടലുണ്ടെങ്കിൽ മണിക്കൂർ കൊണ്ട് പോക്കും. അങ്ങനെ വന്നാലേ ആ പിടിച്ചെടുത്ത പൈസയിൽ നിന്ന് 20% മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ അവരുടെ മറ്റേ നമ്മളെ പൊതുജനത്തിന് ഉപയോഗിക്കുന്ന ഫണ്ടില്ലേ, മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അയക്കണ്ട. മനസ്സിലായില്ലേ? ബാക്കിയേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ പൈസ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മുടെ സർക്കാരിൻ്റെ ഇതിലേക്ക് എത്ര GST ഇട്ടെന്ന് വിചാരിക്കും. അത് മാത്രമല്ല, ഇനിയൊരു കാര്യമുണ്ട്. അനേകായിരം കുടുംബങ്ങൾ ജോലിയെടുത്ത് ജീവിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇതൊക്കെയാണ് ഈ റാശി തയ്യാറാറ് ചെയ്തിട്ടുള്ളത്. ഒരാളുടെ അടുത്ത് നിന്ന് 5 ലക്ഷം രൂപ GST കിട്ടുന്നതിലാണ് ഇവിടുത്തെ ലീഗർ മുടക്കിയുള്ള. അതിലൊക്കെ പതിയിൽ അബോക്കർ, പതിയിലെണ്ണി, IC മൈമട്ടി, കൊടലൂർ പള്ളി, ശങ്കരമംഗലം പള്ളി. മനസ്സിലായില്ലേ? അപ്പോൾ ന്യായമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ എനിക്ക് പൊതുജനത്തിനോട് പറയണം. അസ്സലാമു അലൈക്കും.